അപ്പോൾ ഇതാണ് നമ്മുടെ മണിപ്പാറ. ഇവിടെ വരുമ്പോൾ താഴെ ഇങ്ങനെ കുറേ കല്ലുകൾ കാണും കേട്ടോ. അപ്പോൾ ആൾക്കാർ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അതെടുക്കുക, അടി തുടങ്ങുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റൈഡ് വീഡിയോ ആണ്. അവിടെ ഗോപ്രോയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോപ്രോ വാറണ്ടിക്ക് വിട്ടേക്കുവാണ്. അത് കിട്ടാനായിട്ട് കുറച്ചുകൂടെ സമയം കൂടുതലെടുക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ Insta360 X4-ലാണ്. അപ്പം ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മണിപ്പാറ. നമ്മൾ മണിപ്പാറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു വേനൽ ടൈമിൽ. ഈ ഒരു മഴ ടൈമിൽ മണിപ്പാറയുടെ ഒരു വൈബ് വേറെ തന്നെ കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ Insta360 വെച്ചിട്ടുള്ള കുറേ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ. അത് അതിൻ്റെ ഒരു എത്രത്തോളം അത് നന്നാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇനിയുള്ള യാത്രകളിലൊക്കെ നമുക്ക് കൂട്ടായിട്ട് Insta360 ആണ്. അപ്പോൾ അടിപൊളി 360 വീഡിയോസൊക്കെ നമ്മുടെ ചാനലിന് വരുന്നതായിരിക്കും. അടിപൊളി വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ റോമി ബ്രോയും വരുന്നുണ്ട്. റോമി ബ്രോ കഴിഞ്ഞ ഒരു മണിപ്പാറ പോയപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം മഴക്കാലത്തെ മണിപ്പാറ അതാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ പോവാം. അപ്പോൾ നമ്മൾ മണിപ്പാറ എത്തിയിട്ട്, അപ്പോൾ ഈ കാണാനാണ് ഇതിൻ്റെ മേളിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. മണിപ്പാറയിലേക്ക് നമ്മൾ ആ ഒരു മാർച്ച് ടൈമിലായിരുന്നു വന്നത് കേട്ടോ. ഇപ്പം ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ അന്ന് കണ്ട ഒരു തോട്ടിലൊക്കെ നല്ല വെള്ളമായിട്ടോ. പിന്നെ അതിൻ്റെ ഒരു മേളിൽ അവിടെയൊക്കെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ആ തന്നെ വെള്ളമൊക്കെ ഉണ്ടല്ലേ, മേളിൽ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന വഴി വീഡിയോ പറയാത്ത കാരണം വെച്ചാൽ ആ ഒരു വീഡിയോ, പഴയ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അതിൽ ആ ഒരു നമ്മൾ വന്ന റൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒന്നും അറിയാനില്ല. മൂവാറ്റുപുഴയുടെയും പെരുമ്പാവൂരിൻ്റെ ഏകദേശം ഒരു നടുക്കായിട്ട് വരും നമ്മുടെ കീഴിലത്തുനിന്നൊരു മാക്സിമം 2 കിലോമീറ്റർ അല്ലേ ബ്രോ? 2 കിലോമീറ്റർ 2 വഴിക്ക് വരാം. അവിടുന്ന് ഒരു അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ ഉണ്ട്, അതിൽ കയറി വരാം. അല്ലെങ്കിൽ നിങ്ങൾ പറമ്പിപ്പീടിയെ ചോദിക്കുക. പറമ്പിപ്പീടിയിൽ നിന്നും ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് നമ്മൾ MC റോഡിൽ നിന്ന് കീഴിലത്തുനിന്ന് മലയാറ്റൂർ റൂട്ട് ആ ഡിസ്റ്റൻസും പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ മേളിലേക്ക് കയറിപ്പോവാം. ഇവിടെ നോക്കുമ്പോൾ നല്ല രസം കേട്ടോ. ആ, നമ്മളൊന്നും വന്നപോലെയല്ല മൊത്തം. അതെ, മണിപ്പാറ ഇപ്പം തെന്നിത്തെറിച്ച് കിടക്കുക. ആ മേളിപ്പോ അവിടെ തിരിച്ചു വരും. മണിപ്പാറ വരാം അല്ലേ? അപ്പോൾ നമ്മുടെ മണിപ്പാറ
ആ ഒരു സൈഡിലാട്ടോ. അതിന് നമുക്ക് ആദ്യം അതിൻ്റെ മേളിലൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് മണിപ്പാറിലേക്ക് കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. വെള്ളം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോരും. ഇതേ ഇതിൽ നേരെയും കയറിയാൽ മതി വെള്ളച്ചാട്ടം. അങ്ങനെ വഴി ഇതല്ലേ ബ്രോ? ഓക്കെ. ആ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് മൊത്തം പാറ മൊത്തം തെന്നി തെറിച്ച് കിടക്കും കേട്ടോ. സൂക്ഷിച്ച് കയറി വരണം, അല്ലെങ്കിൽ ഫ്രണ്ടിലെ പല്ലൊന്നും ഉണ്ടാവില്ല. കുറച്ച് കയറാനേ ഉള്ളൂ. നമ്മൾ ആ മണിപ്പാറിനെ അങ്ങോട്ട് തിരിഞ്ഞ ഇവിടുന്ന് കുറച്ച് ദൂരം മേളിലേക്ക് കയറി കേട്ടോ. ഉണ്ടോ? ഓ ഞാൻ പേടിച്ചേ, പാമ്പാന്ന് പറഞ്ഞത് ഇവിടെ ആ വള്ളി കണ്ടപ്പോൾ. ഓക്കെ, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിട്ടോ. ഇവിടുന്ന് എരപ്പ് കേൾക്കാം, വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഇവിടെ മൊത്തം ഇതുപോലത്തെ വള്ളികളാട്ടോ നിറച്ചതേ. അത് പല ഷേപ്പിലൊക്കെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ കിടപ്പുണ്ട്. ഇവിടെ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മണിപ്പാറ വന്നെങ്കിലും രണ്ടും രണ്ട് തരത്തിലുള്ള കാഴ്ചകളാട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു, അതൊന്ന് കണ്ടു നോക്കണേ. വേനൽക്കാലത്തെ മണിപ്പാറയും മഴക്കാലത്തെ മണിപ്പാറയും. നല്ല വഴുക്കലല്ലേ? ക്യാമറ എടുത്തിട്ടുള്ളൂ, ഇപ്പം തന്നെ വീടാൻ ശരിയാവില്ല. ആ ഈ സ്റ്റിക്ക് പിടിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ ക്യാമറ ഓങ്ങിയെന്നോളും. അതെ അതെ അതെ. ആ എന്നാലും ഉണ്ട്. താഴേക്കുണ്ട് ഒത്തിരി. ആ അപ്പോഴത്തേ അതാട്ടോ വെള്ളച്ചാട്ടം. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടം താഴെ എന്നാൽ കുറേ വ്യൂ കാണാം. പക്ഷെ നമുക്ക് ഇതിലെ ആ ഇത് പക്ഷേ താഴെ പോയി നിൽക്കണ വഴിയൊന്നും നമുക്ക് അറിയില്ല. ഇതിലൊന്നും ഇറങ്ങിപ്പോൾ ഭയങ്കര റിസ്ക്കാണത്, നന്നായിട്ട് തെന്നും. നൈസ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മുടെ മണിപ്പാറ. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങി പോകാം കേട്ടോ. അപ്പോൾ അതെ ആ കാണാണ് മണിപ്പാറ. അയ്യോ ഒരു വിധത്തിലാട്ടോ ഇവിടെ എത്തിയത്, തെന്നി മണിപ്പാറ കണ്ടോ? അയ്യോ രക്ഷയില്ലാട്ടോ, തെന്നി വഴുക്കലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ മണിപ്പാറ. ഇവിടെ വരുമ്പോൾ താഴെ ഇങ്ങനെ കുറേ കല്ലുകൾ കാണും കേട്ടോ. അപ്പോൾ ആൾക്കാർ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അതെടുക്കുക, അടി തുടങ്ങുക. സൗണ്ട് കുറഞ്ഞു, സൗണ്ട് ഇച്ചിരി കുറഞ്ഞു. അന്ന് വന്നപ്പം കറക്റ്റ് ആ ഒരു ബെല്ലിന്റെ സൗണ്ട് ആണ്. അതെ അതെ. പൊട്ടിക്കും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാറ എന്ന് പറയുന്നത്. കണ്ടോ, അത് നമുക്ക് ഇതിൻ്റെ ഏത് പാർട്ടിൽ അടിച്ചാലും സൗണ്ട് കേൾക്കുവേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ചെറിയ പൊട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഒരു പാറ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഈ പാറ മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കില്ല. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു പാറയാണ്, ഈ ലിത്തോഫോണിക് റോക്ക് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അല്ലാതെ ഇത് ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ഈ ഒരു സൗണ്ട് തന്നെ കേൾക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൽ ബാക്കിയുള്ള പാറകൾക്കൊന്നും ആ ഒരു സൗണ്ടില്ല, ഈ ഒറ്റ പാറയ്ക്ക് മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങൾ വന്ന് അടിച്ച് പണ്ടാറിറക്കിയിട്ട് പോയതാട്ടോ. പക്ഷെ അടിപൊളിയാണ്. ഇവിടെ മഴയത്ത് വേറൊരു ഫീലാണ്, മഴയത്ത് വരാം. പിന്നെ ഭയങ്കര റിസ്ക്കാണ്. ഇതുപോലെയുള്ള ഒത്തിരി പാറകളുണ്ട് തെന്നി. ഞാൻ തന്നെ ഇപ്പോൾ കുറേ സ്ഥലത്ത് തെന്നി, വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, ഒരു കുഴിയിൽ ചാടി. അപ്പോൾ മഴ സമയത്ത് സൂക്ഷിച്ച് വരിക. ബാക്കിയെല്ലാം നൈസാണ്. നമുക്ക് ആ ഒരു നമ്മൾ നിന്ന വെള്ളച്ചാട്ടമൊക്കെ ആ ഒരു സൈഡിലാട്ടോ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇറക്കുന്ന സൗണ്ടൊക്കെ. അത് താഴെ ആ വെള്ളച്ചാട്ടം വന്ന് നമ്മൾ കയറി വന്ന ആ ഒരു തോട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി പോകട്ടോ. അതാണ് സംഭവം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മണിപ്പാറയിൽ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അടിപൊളിയാട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ലെവൽ തന്നെയാണ്. കാരണം നമുക്ക് വെള്ളച്ചാട്ടം ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ പുതിയ Insta360 X4 ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട് വന്നതാട്ടോ. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് നോക്കണം എഡിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതിനെ കിടക്കാൻ വിഷ്വൽസ് ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് സെറ്റാക്കാം കേട്ടോ. തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ തിരിച്ചു പോവുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.